നമ്മൾ ദിവസവും ഭക്ഷണത്തിലൂടെ ചെയ്യുന്ന ഒരു ചെറിയ തെറ്റ്. പക്ഷെ ഭാവിയിൽ നമ്മൾ അതിന് വലിയ വില കൊടുക്കേണ്ടി വരുന്നു. അതിന്റെ പേരാണ് പാം ഓയിൽ. പാം ഓയിലിന് താരതമ്യേന വില കുറവാണ്. അതുപോലെ തന്നെ ലോങ് ഷെൽഫ് ലൈഫും. അതായത് പെട്ടെന്നൊന്നും കേടുവരില്ല. അതുകൊണ്ട് തന്നെയാണ് ഹോട്ടലുകളിലും വീടുകളിലും ഇത് സാധാരണയായിട്ട് ഉപയോഗിക്കുന്നത്. ഇതിന്റെ വില കുറവായത് കൊണ്ടാണ് നമ്മൾ ഇതിന്റെ ഹെൽത്ത് റിസ്ക് ഇഗ്നോർ ചെയ്യുന്നത്. പക്ഷെ ഇതുവഴി മൂലമുണ്ടാകുന്ന ഷോർട്ട് ടേം സേവിങ്സ് എന്ന് പറയുന്നത് ലോങ് ടേം ഹോസ്പിറ്റൽ ബില്ലായി മാറുന്നു. പാം ഓയിലിൽ സാച്ചുറേറ്റഡ് ഫാറ്റിന്റെ അളവ് എന്ന് പറയുന്നത് 50% മുകളിലാണ്. ഇത് നമ്മളുടെ LDL അല്ലെങ്കിൽ ബാഡ് കൊളസ്ട്രോളിനെ കൂട്ടുകയും രക്തക്കുഴലുകളെ നാരോ ആക്കുകയും ചെയ്യുന്നു. ഇത് കൊറോണറി ആർട്ടറി ഡിസീസ് അതല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് കൂട്ടുന്നതിനുള്ള ഒരു ഡയറക്റ്റ് റീസൺ ആവും. മാത്രമല്ല റിഫൈൻഡ് പാം ഓയിൽ ഉണ്ടാക്കുന്ന പ്രോസസ്സിൽ ഗ്ലിസൽ എസ്റ്റേസ് പോലെയുള്ള കെമിക്കൽ കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ഇത് കാർസിനോജനിക് അല്ലെങ്കിൽ ക്യാൻസറിന് കാരണമാകും എന്നാണ് പല പഠനങ്ങളും പറയുന്നത്. വീടുകളിലും ഹോട്ടലുകളിലൊക്കെ ഈ പാം ഓയിൽ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുന്ന സമയത്ത് ട്രാൻസ് ഫാറ്റ്സ്, ആൽഡിഹൈഡ് അതുപോലെ ഫ്രീ റാഡിക്കൽസ് പോലെയുള്ള കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്നു. ഇവയാണ് സൈലന്റ് ആയി നമ്മുടെ രക്തക്കുഴലുകളെ ഡാമേജ് ചെയ്യുന്നത്. പ്രോസസ്ഡ് ഫുഡ്, ബേക്കറീസ്, പാക്ക്ഡ് സ്നാക്കുകൾ, ചിപ്സ് കമ്പനീസ് ഇവരൊക്കെ ഭൂരിഭാഗം ഉപയോഗിക്കുന്നത് പാം ഓയിൽ തന്നെയാണ്. ഇനി ലേബലിൽ വെജിറ്റബിൾ ഓയിൽ എന്ന് കണ്ടു കഴിഞ്ഞാൽ അത് 90% പാം ഓയിൽ തന്നെയായിരിക്കും. ഇനി ഇതിന്റെ പരിഹാരം എന്ന് പറയുന്നത് മാക്സിമം ഹോട്ടലുകളിൽ നിന്ന് ഫ്രൈഡ് ഫുഡ്, പ്രോസസ്ഡ് ഫുഡ്, ബേക്കറീസ് മുതലായവ ഒഴിവാക്കുക. അതുപോലെ തന്നെ വീടുകളിൽ മാക്സിമം കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ ഗ്രൗണ്ട് നട്ട് ഓയിൽ അല്ലെങ്കിൽ ഒലീവ് ഓയിൽ മുതലായവ ഉപയോഗിക്കുക എന്നുള്ളതാണ്.